ഹായ് സ്മിത്തുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ്. അങ്ങനെ കഴിഞ്ഞ പാർട്ട് 2-ൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രി ലേക്കിൻ്റെ അടുത്ത് പോയി പുറത്തൊന്ന് ചില്ലൗട്ട് ചെയ്ത് റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നമ്മളെ അവിടുത്തെ നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ നമുക്ക് കുറച്ച് തീയൊക്കെ കൂട്ടിത്തന്നു. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട്, പിന്നെ അത്യാവശ്യം ഒന്ന് ചില്ലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവർ നമുക്ക് ഫയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്ന് നമ്മൾ കുറച്ച് ഡാൻസും അതൊക്കെ കളിച്ചു. മെയിനായിട്ട് അനീഷിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ അത്ര അങ്ങോട്ട് വിജയകരമായില്ല. അപ്പം പിന്നീട് നമ്മൾ രാത്രി എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഞാനും ചേട്ടനുമൊക്കെ രാവിലെ എഴുന്നേറ്റു. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം നല്ലൊരു പൂ കണ്ടു. അപ്പോൾ ചേട്ടൻ അതെനിക്ക് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അത് കൊണ്ടുത്തന്നു. എന്നിട്ട് കൂട്ടത്തിലൊരു പറച്ചിലും, ഇവിടുത്തെ പൂക്കളൊക്കെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി ഇത് കുഴിച്ചിട്ട് അത് ഉണ്ടാവുകയില്ലെന്ന്. അപ്പോഴത്തേക്ക് ലച്ചുക്കുട്ടി എണീറ്റ് വന്ന്, അപ്പോൾ എനിക്കൊരു കാപ്പി കുടിക്കണം, നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഒരു കാപ്പി കുടിക്കാനും പിന്നെ നമുക്ക് കുളിക്കാൻ സോപ്പ് ഉണ്ടായിരുന്നില്ല, ഈ ഡെയിലി കുളിക്കുന്നതുകൊണ്ടുള്ള ശീലങ്ങളേ. അപ്പോൾ ഞാൻ ലച്ചുക്കുട്ടീനെയും ചേട്ടനെയും കൂടി കടയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് തനി സ്വഭാവം പുറത്തിറക്കി വായ നോക്കാൻ വേണ്ടി നോക്കി. പക്ഷെ നടക്കുമോ, നമ്മൾ ലച്ചുക്കുട്ടിയല്ലേ കൂടുള്ള. അപ്പോൾ ലച്ചുക്കുട്ടി പറഞ്ഞു, വാച്ചാ പോവാ, നേരെ നോക്കി നടക്കുമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവരെനിക്കൊരു കോഫിയും അതുപോലെ തന്നെ നമുക്ക് 3 പേർക്കും കുളിക്കാനുള്ള സോപ്പൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നിലാക്കുട്ടി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നേരം പറയാം, അമ്മ എൻ്റെ മുഖം ആകെപ്പാടെ എന്തോ പോലെ ഇരിക്കുന്നു, വീഡിയോ എടുക്കൽ ഓഫ് ചെയ്യും, അപ്പോഴേ ഞാൻ എണീക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികളെ എഴുന്നേൽപ്പിച്ചു. ബാക്കി എല്ലാവരും എഴുന്നേൽപ്പിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നേരെ ഒരു ഹോട്ടലിൽ പോയി മസാല ദോശ, ഗീ റോസ്റ്റ്, അങ്ങനെ ഈ ഐറ്റം മാത്രമാണ് നമ്മൾ കഴിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ ഒരു ഫാമിലേക്ക് പോയി. അവിടെ നമ്മൾ ചെമ്മരിയാടും മുയലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. അപ്പം നമ്മളവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കുറേ അമ്മമാർ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി കാര്യങ്ങൾ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ ആ വഴിക്ക് കയറി. അത്യാവശ്യത്തിന് നല്ല വെയിലും ഉണ്ടായിരുന്നു ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക്. പക്ഷേ നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമുക്കങ്ങനെ എന്താ പറയുക, വെയിലടിക്കുന്നുണ്ടോ അടിക്കുന്നില്ല, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഷീപ്പിനെയൊക്കെ പോയി കണ്ടു. അവിടെ നമ്മൾ ഷീപ്പിൻ്റെ രോമമുള്ള ഷീപ്പുകൾ കുറേ ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞിട്ട് രോമം എടുത്തത് ഒരു ഭാഗത്ത്, ചെമ്മരിയാടെ ഒരു ഭാഗത്ത്, അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റായിട്ട് ആടുകളെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ മുയലിനെ ഒക്കെ വളർത്തുന്ന ഭാഗത്തേക്ക് പോയിട്ടോ. കുഞ്ഞു മുയലുകൾ, നല്ല ഭംഗിയുള്ള മുയൽ കുട്ടികളുടെ. പക്ഷേ ഒരു വല്ലാത്തൊരു സ്മെല്ലാണല്ലോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ മുയലിൻ്റെയൊക്കെ ബ്ലഡ് എടുത്തിട്ട് ഹെയർ ഗ്രോത്ത്, ഡാൻഡ്രഫ് പോവാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് അപ്രൂവ്ഡായ സംഭവം തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് 2 പേരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് വാങ്ങിച്ചില്ല. കാരണം വെച്ചാൽ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയാൻ പറ്റില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്നൊരു വിസിറ്റിങ്ങിന് വേണ്ടി പോയതല്ലേ. പിന്നീട് ഈ സാധനം തീരുമ്പോൾ നമ്മൾ പിന്നെയും മേടിക്കണ്ടേ. അഥവാ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും ഹെയർ ലോസൊക്കെ ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് നമ്മൾ അത് വാങ്ങിച്ചില്ല. പിന്നെ നേരെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അടിപൊളി കുറേ ഫോട്ടോസ് എടുത്തു. കുറേ ഫോട്ടോസ് എന്ന് വെച്ചാൽ മക്കളതൊക്കെ അടിപൊളി ഫോട്ടോസ് എടുത്തു. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നീട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുട്ടികൾ പറഞ്ഞു, കുതിരപ്പുറത്ത് കയറണം പറഞ്ഞു. അങ്ങനെ അവർ കുതിരപ്പുറത്ത് കയറി. അതും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് കഴിക്കാനുള്ള ഇതിൽ ഇറങ്ങിയാണ്. പക്ഷേ എവിടെ നോക്കിയപ്പോഴും ഫുഡില്ല. അപ്പം നമ്മൾ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് നമ്മൾ കോണൊക്കെ മേടിച്ച് കഴിച്ചു. അവർ കോണം തിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പൂതി കോണം തിരിക്കാൻ. അങ്ങനെ ഞാനത് അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് നല്ല രസത്തിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ ബോയിലർ വന്നു. ഇതിങ്ങനെയൊന്നല്ല കറക്കുന്നതെന്നും പറഞ്ഞ് ബോയിലർ വന്നു. എന്നിട്ട് ആദ്യം കോണെടുത്ത് മാറ്റിയിട്ട് ആദ്യം തീ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല, അത് കനലിലാണ് വേവുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൽക്കാലം അതിൻ്റെ മുകളിൽ വെച്ച് അവസാനം അതുണ്ടാക്കി കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു
അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയി. കാണാൻ അടിപൊളി സ്ഥലം. കോടയൊക്കെ ഇറങ്ങിയിട്ട് അവിടേക്ക് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഗ്രില്ലൊക്കെ ചെയ്ത ഭാഗമാണ്, അവിടെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ. പക്ഷെ പോകുന്ന വഴിക്കാണ് സംഭവം. എത്രയാ ചോക്ലേറ്റ്സ് എന്നറിയും. ചോക്ലേറ്റ്സിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതാണ്. അതായത് നമ്മളെ മാംഗോ ഡ്രൈ ആക്കി വെച്ചത്, അതുപോലെ തന്നെ പൈനാപ്പിൾ, അങ്ങനെ പലതരം ഫ്രൂട്ട്സ് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു, നമ്മളെ രണ്ടാമത്തെ റൂം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടു. പക്ഷെ പോകുന്ന വഴിക്ക് ഡോൾഫിൻ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റിലേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് അവിടെ അടച്ചായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പം അവിടെ നമ്മൾ ഇറങ്ങി. തണുപ്പെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലത്തെ വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് നിൽക്കണം, ഒരു രക്ഷയില്ല. പക്ഷെ കാണാൻ അടിപൊളി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്ത് വെള്ളത്തിലൊക്കെ കളിച്ച്. അപ്പോഴത്തേക്ക് നമ്മളെ പാൻറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നും എടുത്ത്. എവിടെ പോയാലും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ സ്ഥലം തേടി പോവുക. അതും ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. അപ്പം ഇതും ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. നമ്മളിങ്ങനെ പോയി ഗൂഗിൾ മാപ്പ് നോക്കി പോവുകയാണ്. ഏതോ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറിപ്പോയി പോകുന്ന വഴിക്ക് നമ്മൾ പറയുന്നത് ഇത് എങ്ങോട്ടേക്കാണ് പോക്കെന്നുള്ള ഒരു പിടുത്തില്ല. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ മണ്ടയിലെത്തി. അപ്പം നമ്മളിങ്ങനെ പറയുവാണ്, ഈശ്വര, ഇവിടെ നിന്ന് നമ്മളെ കൊന്നിട്ടാൽ പോലും ഒരു കുഞ്ഞു പോലും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം, ഒരു ഫുഡൊക്കെ നമ്മളോടത്ത് രഞ്ജു പറഞ്ഞായിരുന്നു അവിടെ സ്വിഗ്ഗിയൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡ് അവിടെ പോയിട്ട് സ്വിഗ്ഗിയിൽ വാങ്ങിക്കാം. ഓ ശരി, സ്വിഗ്ഗിയിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പോവാണ്. പോയി ഏതോ ഒരു കുന്നിൻ്റെ മുകളിലെത്തി. അവസാനം നമ്മൾ റേഞ്ചും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലം കണ്ടെത്തി കൂട്ടുകാരെ. ഒരു വിജലിമ്പിച്ച കോട്ടേജായിരുന്നു അത്. അപ്പോൾ ഇവിടുത്തെ കഥ അടുത്ത പാട്ടിൽ. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.